ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം വീണ്ടും നല്ലൊരു അവസരം എല്ലാവരും മുമ്പാകെ തന്ന് സഹായിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ ഉയർത്താം, സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു കർത്താവേ. ഇന്നത്തെ ദിവസം ദൈവമേ ഞാൻ ഈ സമയത്ത് ഹല്ലേലൂയ ദൈവം ഈ വചനം അങ്ങയുടെ വചനം അങ്ങയുടെ ജീവനുള്ള വചനം സംസാരിക്കുമ്പോൾ കർത്താവേ കേൾക്കുന്ന ആൾക്കാരിൽ കർത്താവേ ദൈവമേ അവരില്ലാതെ ഇടപെടുവാൻ അങ്ങയുടെ വചനം ഇരുവാൾ തലയുള്ള മൂർച്ചേറിയ വാളാവെന്ന് പറയുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. Lord Jesus, as soon as I speak your word, Lord Jesus, let them divide their soul and spirit, understanding your thought, Lord Jesus. Thank you, Father, Lord Jesus. യേശുവേ സ്തോത്രം. യേശുവേ ഞാൻ വചനം സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ let you speak to them, Lord Jesus. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കുറച്ച് മുന്നേ ഈ ഒരു വചനം ഞാൻ കാണാനുണ്ടായി ഇടയുണ്ടായി. സങ്കീർത്തനം 146 3, 4, 5, 6. Here it says, put not your trust in princes, in a son of man in whom there is no salvation. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാതെ മനുഷ്യപുത്രനിലും അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. ആമേൻ. ഇപ്പം ഈ ഒരു വചനം കണ്ടപ്പോൾ ഹല്ലേലൂയ എനിക്ക് പറയാൻ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും പല മേഖലയിലുള്ള ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാം അവർ യഥാർത്ഥ ദൈവത്തെ ആശ്രയിക്കാണ്ട് അവർ പല മീഡിയംസിൽ ആശ്രയിക്കുന്നു. ചിലവർ മരുന്നിൽ ആശ്രയിക്കുന്നു, ചിലവർ മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നു, ചിലവർ ദൈവത്തിൽ നിന്ന് പിന്മാറി പല ഡിമോണിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനിൽ അവർ ആശ്രയിക്കുന്നു. പക്ഷെ ഈ വചനം കാണുമ്പോൾ ദൈവം നമ്മളോട് പറയുന്നു, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനാലും അരുത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ. ഹെൽപ്പ് മീ ടു സ്പീക്ക് യുവർ വേർഡ് ലോർഡ്. ഈ ഒരു വചനം ദൈവം സംസാരിക്കുമ്പോൾ ദൈവം ഡയറക്റ്റായിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? നിങ്ങൾ മനുഷ്യപുത്രന്മാരിലും അല്ലെങ്കിൽ പ്രഭുക്കന്മാരിൽ നിങ്ങൾ ആശ്രയിക്കരുത്, ദൈവത്തെ ആശ്രയിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം രക്ഷ എന്ന് പറയുന്ന ആ ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ആ ഹെൽപ്പ് അല്ലെങ്കിൽ ആ ഒരു ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ വലിയ പ്രവൃത്തി അത് യേശുവിലൂടെ തന്നെ മാത്രം നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ മനുഷ്യന്മാരെ ആശ്രയിച്ചാലും നമ്മൾ മറ്റുള്ള ആൾക്കാരെ ആശ്രയിച്ചാലും ഒരു രീതിയിലും നമുക്ക് ആ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഒരു പരിധി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു താൽക്കാലികമായിട്ടൊരു രക്ഷ കിട്ടും. പക്ഷേ യേശുവിലേക്ക് പൂർണ്ണമായി കടന്നു വരാതെ നിങ്ങൾക്ക് ആ പൂർണ്ണ രക്ഷ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുകയില്ല. അതാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങളെ നശിക്കുന്നു. നിങ്ങൾ ആശ്രയിക്കുന്ന ആൾക്കാർ, നിങ്ങൾ ആശ്രയിക്കുന്ന ഡോക്ടേഴ്സ്, നിങ്ങൾ ആശ്രയിക്കുന്ന ടീച്ചേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ, അതെല്ലാം താൽക്കാലികമാണെന്നുള്ളൊരു കാര്യം ഞാനിപ്പോൾ നിങ്ങൾ അറിയിച്ചോട്ടെ, താഴ്മയാൽ അറിയിച്ചോട്ടെ. ഹല്ലേലൂയ. കാരണം ഇതിൽ പറയുന്നു അവൻ്റെ ശ്വാസം പോകുന്നു. യെസ്, നമ്മൾ ഈ മനുഷ്യന്മാരിലേക്ക് ആശ്രയം വയ്ക്കുമ്പോൾ അവരെല്ലാം താൽക്കാലികമായി ഈ ഭൂമിയിൽ ആയിരിക്കുന്നവരാണ്. അവർ മണ്ണിലേക്ക് തിരിയുന്നവരാണ്. അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങളെ നശിക്കുന്നു. സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാവും? ദൈവത്തെ കൂടുതൽ ആശ്രയിപ്പാൻ, ഒരു മനുഷ്യനുപരി ദൈവത്തെ കൂടുതൽ ആശ്രയിപ്പാൻ ദൈവം ഈ വരും ദിവസങ്ങൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 145:18 പറയുന്നു, The Lord is near to all who call on him, to all who call on him in truth. Hallelujah. പലരും ദൈവത്തെ വിളിക്കുന്നു, പലരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു,
പക്ഷെ നിങ്ങൾ തന്നെ ശോധന ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു പൂർണ്ണ ഹൃദയത്തോടെയാണോ, നിങ്ങൾ സത്യത്തിലാണോ ദൈവത്തെ നിങ്ങൾ വിളിക്കുന്നത്? അങ്ങനെ സത്യത്തിൽ വിളിക്കുന്നതാണെങ്കിൽ ദൈവം ഇവിടെ വചനത്തിൽ പറഞ്ഞേക്കുന്നു, ദ ലോർഡ് ഇസ് നിയർ ടു ഓൾ ഹു കോൾ ഓൺ ഹിം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. അപ്പോൾ സത്യമായി വിളിച്ചപേക്ഷിക്കാനാണ് വചനം പറയുന്നത്. നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നോക്കുക. നിങ്ങൾ സത്യമായിട്ടാണോ യേശുവിലേക്ക് നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നത്? നിങ്ങൾ ശോധന ചെയ്ത് നോക്കുക. കാരണം യേശു നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഞാനപ്പോൾ പറയുന്നു, നിങ്ങൾ കൂടുതൽ മനുഷ്യന്മാരെ അല്ലെങ്കിൽ വേറെ മീഡിയംസിനെ ആശ്രയിക്കാതെ വണ്ണം യേശുവിലേക്ക് ആശ്രയിക്കുവാൻ ഞാൻ നിങ്ങളെ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുന്നു. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ യേശു ഭൂമിയിലേക്ക് വരാനുള്ള സമയങ്ങളായി. അതേപോലെ സയൻസ് ആൻഡ് വണ്ടേഴ്സ് ഈ ഭൂമിയിലേക്ക് നടക്കുന്നു. യേശുവിൽ ആശ്രയിക്കാത്ത ഒരാൾ പോലും ഈ ഭൂമിയിൽ അവർക്ക് തുടർന്നുള്ള ദിവസങ്ങൾ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ആരാധനകളെല്ലാം കേവലം ഒരു ചടങ്ങ് പോലെ ആവാതെ വണ്ണം സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാനും സ്തുതിക്കുവാനും ഈ വരും ദിവസങ്ങൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതാണ് വചനം പറയുന്നത്. സത്യത്തിലും ആത്മാവിലും നിങ്ങൾ ആരാധിപ്പിൻ. ഒരു ചടങ്ങ് പോലെ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ചിട്ട പോലെ ചെയ്യാതെ വണ്ണം നിങ്ങളുടെ മനസ്സിനെ യേശുവിലേക്ക് കൊടുക്കുക, നിങ്ങളുടെ ഹൃദയത്തെ യേശുവിലേക്ക് കൊടുക്കുക. ദൈവത്തിനോട് സംസാരിക്കുക, ദൈവത്തിനോട് നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുക. ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ജീവിത രീതികൾ അങ്ങേക്ക് പ്രസാദകരമല്ലെങ്കിൽ കർത്താവേ, അങ്ങയുടെ പാത പിന്തുടരുവാൻ, അങ്ങയുടെ ചിന്തകൾ എന്നിൽ വരുവാൻ ആ രീതിയിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരട്ടെ. അത് ഞാനിപ്പോൾ യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സങ്കീർത്തനം 146 പ്രകാരം ഞാൻ നിങ്ങളോട് പറയുന്നു, യാക്കോബിന്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. നിങ്ങൾ ഒരു പ്രത്യാശ തരുന്ന ദൈവത്തെ നിങ്ങൾ ആശ്രയിപ്പാൻ തുടങ്ങുക വരും ദിവസങ്ങൾ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനം നിങ്ങൾക്ക് ഒരു ഉപകാരമായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴികൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.